ഇവരൊക്കെ ഉള്ള സമയത്ത് മോൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ഇനി തിരിച്ചു വരില്ലല്ലോ. അന്ന് കുഞ്ഞുവിന് 8 വയസ്സേ ഉള്ളൂ. ആ ഒരു വിഷമവും കാര്യമൊന്നും ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും അത് മനസ്സിലാവില്ല. നമുക്ക് ഒരിക്കലും അത് കരഞ്ഞ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊരു ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവരൊരു ചെറിയൊരു എന്താ പറയുക, ഇമോഷണലി ചെറിയൊരു പ്രശ്നം. അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട്. അവരുടെ മകള് നഷ്ടപ്പെട്ട്, അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ്. അതൊരിക്കലും നമുക്ക് മീഡിയനോടോ അല്ലെങ്കിൽ പുറത്തൊരാളോട് പറയാൻ പറ്റുന്ന രീതിയിലല്ല. ഇനിയും മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയാണ്. മോശം പറയാന്നില്ല, അതിൽ ആരും കൊതിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ലൈഫിൽ ജീവിച്ചിട്ടുള്ളത്. അത് അവസാന നിമിഷം വരെ, ഇനി പോകുന്ന അവസാന നിമിഷം വരെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എൻ്റെ ഇനി ഹോസ്പിറ്റലിൽ എത്തുന്ന വരെയുള്ള വാട്സപ്പ് ചാറ്റുകൾ, ഞങ്ങൾ കോളുകൾ കണ്ടറിയാം. ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നില്ല, ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതും, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നതും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കല്യാണത്തിനുള്ള ആ ഒരു തീരുമാനം എടുത്ത സമയത്ത് ലിനി പോയിട്ട് ജോലിയൊക്കെ കിട്ടി, കുറച്ചൊരു ഹാപ്പി ആയ സമയത്ത് കല്യാണം കഴിക്കണം തോന്നി. എന്തിനാ കല്യാണം കഴിക്കുന്നത്, അവർ പോയതിൻ്റെ ജോലിയല്ലേ കിട്ടുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ എന്നുള്ള രീതി. അവർക്കൊന്നും ഈ പറഞ്ഞ ഒറ്റപ്പെടൽ എന്നുള്ള ഫീലിംഗ് ആയിരിക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ സമൂഹത്തിൽ ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നു, മക്കളെ കാര്യം നോക്കുന്നു. ഇതൊരു ലൈഫ് എന്നുള്ള രീതിയിൽ അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ട്, നിങ്ങളെന്താ കരയാത്ത? ഞാൻ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ വീട്ടിലേക്ക് ലിനി മരിച്ചിട്ട് കോഴിക്കോട് നിന്ന് ഈ ബോഡി ക്രിമേഷൻ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത്, ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നൊരു ഫീലിംഗ് എൻ്റെ മക്കൾക്ക്. ഭാര്യ എന്നേക്കാൾ ഉപരി ഇതായിരിക്കും എൻ്റെ മക്കൾക്ക് അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ആദ്യം തോന്നിയത്. മക്കളെ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് പലപ്പോഴും നമ്മളിപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഏതൊരാളാണ് ചിലപ്പം ചില കാര്യങ്ങൾ തെറ്റിപ്പോകും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ തെറ്റിപ്പോകുന്നത്. പക്ഷേ ആൾക്കാർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ അതൊന്നും ചിന്തയില്ല, അവൻ വേറെ കാര്യത്തിലൊക്കെയാണ് ചിന്തകൾ. ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇത് പ്രതിഭയാണ്, സജീഷിൻ്റെ വൈഫാന്ന് പറയും. പക്ഷേ തിരിച്ച് ആൾക്കാർ എന്നെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇത് ലിനിയുടെ ഹസ്ബൻഡാണ് എന്ന് പറയും. അത് പ്രതിഭയുള്ള സമയത്ത് തന്നെ പറയും. അതെപ്പോഴും തുടർന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രതിഭേനോട് ഈ സംഭവങ്ങൾക്ക് ആദ്യമേ പറയലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം വരും, അതാണ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഒരു ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു രീതിയിലല്ല ലിനി പോയിട്ടുള്ളത്. ഞാൻ ലിനിയെ ഉപേക്ഷിച്ച് പോയതും ഒന്നുമല്ല. വാലന്റൈൻസ് ഡേ ഒക്കെ നമ്മളെ കല്യാണം ഉറപ്പിച്ച ആ സമയത്ത് തൊട്ട് നമ്മൾ വാലന്റൈൻസ് ഡേ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കലുണ്ട്, നമ്മൾ വ്ളോഗ് ഇടലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഏജിലുള്ളവരൊക്കെ പറയാം, എന്ത് വാലന്റൈൻസ് ഡേ ആ രീതിയാണ് ഒരിക്കൽ. പക്ഷേ ഞാൻ വിചാരിക്കും, ഇത് ആരോടാ പിന്നെ പറയുക? പ്രണയത്തിനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, ഇതൊക്കെ നമ്മൾ ആരോടാ പറയുക? ഹസ്ബൻഡിനോടല്ലാണ്ട് ആരോടാ പറയുക? അതായാലും പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും ഒക്കെ തന്നെ എനിക്കിഷ്ടമാണ് സർപ്രൈസ് കൊടുക്കാൻ. നമ്മളിപ്പോൾ സർപ്രൈസ് കൊടുക്കാം, പക്ഷെ എന്തായാലും ഞാൻ ഷോപ്പിലെത്തിക്കാൻ അന്നേരം വിളിക്കും, ഈ സാധനം പറ്റും, അതോടുകൂടി സർപ്രൈസ് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും രണ്ടാമത്തെ വിവാഹമാണല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യ വിവാഹത്തിനേക്കാളും കുറച്ചും കൂടി പ്രഷറും ചിന്തിക്കുന്നൊക്കെ രണ്ടാമത്തെ കല്യാണത്തിനെ കുറിച്ചായിരിക്കും. എങ്ങനെയായിരിക്കും, ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ടാവല്ലോ. ഏതൊരു നിമിഷത്തിലാണ് നിങ്ങൾ രണ്ടുപേരും ഇവരാണ് എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടത്, ഇതാണ് കറക്റ്റ് എന്ന് തോന്നിയൊരു മൊമെന്റ് എന്തായിരുന്നു ശരിക്കും? അത് ശരിക്കും പ്രതിഭേനെ കണ്ടത് വളരെ അവിചാരിതമായിട്ടാണ് പ്രതിഭയെ കണ്ടത്. പിന്നീട് എന്താ പറയുക, എനിക്ക് കുറേ സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് തുടങ്ങിയത്. സംസാരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ നമുക്കുണ്ടാവില്ല, ചിലത് പറയുന്നതൊക്കെ ഓപ്പോസിറ്റ് റിപ്ലൈ വരുന്ന സമയത്ത് ഇതായിരുന്നല്ലോ ഞാൻ പ്രതീക്ഷ. അപ്പോൾ പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടില്ല, ഇയാളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പോയി കുറച്ച് കാലം ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന് പോയതാണ്. പിന്നെ ഏതൊരു മൊമെൻറ്റിലാണ് നമുക്ക് പ്രതിഭയുടെ കുറേ കാര്യങ്ങൾ, കുറേ എന്താ പറയുക, അവൾ അനുഭവിച്ച കുറേ കാര്യങ്ങളും
നഷ്ടപ്പെട്ടു പോയ കുറേ എന്താ പറയുക ആദ്യത്തെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അതും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു സംസാരത്തിലൂടെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഭാര്യ എന്നേക്കാൾ ഉപരി ഇതായിരിക്കും എൻ്റെ മക്കൾക്ക് അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ആദ്യം തോന്നിയത്. അപ്പം അതാണ് ഞാൻ അവളോടും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ അതായത് എൻ്റെ സിദ്ധുവിനും കുഞ്ഞുവിനും അമ്മയാകാമെന്നുള്ള രീതിയിലാണ് എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞത്. അപ്പം അതേ രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ കുടുംബം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഇവളുടെ മെൻറ്റാലിറ്റിയൊക്കെ അതാണെന്നുള്ളൊരു തോന്നൽ വന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു തോന്നിയത്? ഞാൻ എൻ്റെ ലൈഫിൽ സൈഷേട്ടൻ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സുഹൃത്തുക്കളായിട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പം അപ്പോഴൊക്കെ കല്യാണത്തിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു കല്യാണം കഴിക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഓക്കെ ആയത് സൈഷേട്ടൻ എൻ്റെ മോളായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ മോള് ഓക്കെ ആവുമോ എന്നുള്ളതാണ്. കാരണം അത്രയും ഏജ് ആയൊരു കുട്ടി, 10-15 വയസ്സായ ഒരു കുട്ടീനെ നമ്മൾ കല്യാണം എൻ്റെ കൂടത്തെ കൂടുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് എൻ്റെ ലൈഫിനെയും ബാധിക്കും, രണ്ടാളെ ലൈഫും പോവും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ 100% എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഈ കല്യാണത്തിനോടുള്ള ഒരു ഓക്കെ എന്ന് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് സഫർ ചെയ്ത കുറേ കാര്യമുണ്ട് എൻ്റെ ലൈഫിൽ. അത് മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ ഭാര്യയും ഭർത്താവല്ലേ അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോലെയെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡിന് എനിക്ക് ഓക്കെ ആവേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് പലപ്പോഴായിട്ട് സൈഷേറിനോട് സംസാരിച്ചപ്പം എനിക്ക് സൈഷേറിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പം ചില സ്ഥലത്ത് നമുക്ക് നമ്മളെ ഹസ്ബൻഡിനെ കൂട്ടി ചില സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്ത ലൈഫൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പല ആൾക്കാരുടെ മുന്നിൽ നാണം കേട്ട്. അപ്പം അതൊന്നും എനിക്കൊരിക്കലും ഇവരെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് എനിക്ക് അതിൽ 100% ഉറപ്പായിരുന്നു. അപ്പം അതിൽ കൂടുതൽ പിന്നെ എനിക്കൊന്നും ചിന്തിക്കാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ നികത്തി അടുത്തതിന് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അല്ലാതെ ഇതും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിലായിട്ടുള്ള എനിക്ക് 100% അസമയത്ത് എനിക്ക് ഓക്കെ ആയിരുന്നു, അതിപ്പോഴും ഓക്കെയാണ്. എനിക്കൊന്ന് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ ഫേസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ആളുകളാണ്. ഇതുപോലെ ഒത്തിരി ആളുകൾ അത് ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒറ്റപ്പെടലിന്റെ ഒരു വേദന എത്രത്തോളം തീവ്രമുണ്ട്? ഒറ്റപ്പെടലിന് ആൾക്കാർക്കത് പല രീതിയിലാണ്. ഇപ്പോൾ ഞാൻ കല്യാണം എന്നുള്ള ആ ഒരു തീരുമാനം എടുത്ത സമയത്ത് പല ആൾക്കാരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇപ്പം നിനക്ക് കല്യാണമൊക്കെ അതായത് ലിനി പോയിട്ട് ജോലിയൊക്കെ കിട്ടി, കുറേ പൈസയൊക്കെ കിട്ടി, അതുകൊണ്ട് കുറച്ചൊരു ഹാപ്പി ആയ സമയത്ത് കല്യാണം കഴിക്കണം തോന്നി, എന്തിനാ കല്യാണം കഴിക്കുന്നത്, അവരെ ജോലി അവർ പോയതിൻ്റെ ജോലിയല്ലേ കിട്ടുന്നത്, അപ്പം അത് വെച്ചിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ എന്നുള്ള രീതി. അവർക്കൊന്നും ഈ പറഞ്ഞ ഒറ്റപ്പെടൽ എന്നുള്ള ഫീലിംഗ് ആയിരിക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ സമൂഹത്തിൽ ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നു, മക്കളെ കാര്യം നോക്കുന്നു. ഇതൊരു ലൈഫ് എന്നുള്ള രീതിയിൽ അത് അനുഭവിച്ചതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ വന്ന് കുടുംബക്കാരുണ്ടാവാം, വീട്ടുകാരുണ്ടാവും, ഒക്കെയാണ്. പക്ഷേ നമ്മളെ കൂടെ നമുക്കൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അത് വലിയൊരു ഗ്യാപ്പാണ്. അത് നമുക്ക് നികത്താന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും വീട്ടിലെത്തി മക്കളെ പഠിപ്പിക്കുന്ന കാര്യം നോക്കും, അവരതൊക്കെ കഴിഞ്ഞ് അവരുറങ്ങും. നമ്മൾ കുറേ സ്ഥലത്ത് നമ്മളൊരു ബ്ലാങ്ക് ആയിരിക്കും. അത് നമുക്ക് പലപ്പോഴും നമുക്ക് ഇവരോട് എന്താ പറയുക, മക്കളോട് പോലും ഒന്നങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലോ നമ്മളെ സ്വന്തം അമ്മയോട് പോലും ചിലപ്പം നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് പലപ്പോഴും വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഞാനത് പ്രതിഭേനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ഒരു കേസിലാണെങ്കിൽ ലിനി എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യക്തി, അപ്പോൾ അവർ സമൂഹത്തിൽ മൊത്തം അറിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതും ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നതും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആൾക്കാർക്ക് എന്താ പറയുക, ചിലപ്പോൾ നല്ലതായിരിക്കും അല്ലെങ്കിൽ ചീത്തയായിരിക്കും, എന്താണെങ്കിലും അത് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എന്നുള്ള അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് പ്രഷറുണ്ട്.
ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് മക്കളെ നോക്കിയില്ല, അല്ലെങ്കിൽ മക്കളെ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് പലപ്പോഴും നമ്മളിപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഏതൊരാളും ചിലപ്പം ചില കാര്യങ്ങൾ തെറ്റിപ്പോവും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ തെറ്റിപ്പോകുന്നത്. പക്ഷെ ആൾക്കാർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ അതൊന്നും ചിന്തയില്ല, അവൻ വേറെ കാര്യത്തിലൊക്കെയാണ് ചിന്തകൾ. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു മാനസികാവസ്ഥ ആരും ചിന്തിക്കുന്നില്ല. അത് ശരിക്കും ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറയുന്നത് പറഞ്ഞാൽ ആരും ഇപ്പോൾ ഈ കല്യാണം സെക്കൻഡ് മാരേജ് ആരും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം. അത് ഒറ്റപ്പെട്ട് ജീവിക്കണം എന്ന് ഒരിക്കലും പറയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടോ എൻ്റെ അതേ ചിന്താഗതി തന്നെയായിരുന്നു ലിനിക്കും. ലിനി ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയതാണ്. കാരണം ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്ത് ഞങ്ങൾ അത്രയും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആരും മോശം പറയാന്നില്ല, അല്ലെങ്കിൽ ആരും കൊതിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ലൈഫിൽ ജീവിച്ചിട്ടുണ്ട്. അത് അവസാന നിമിഷം വരെ, ഇനി പോകുന്ന അവസാന നിമിഷം വരെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എൻ്റെ ഇനി ഹോസ്പിറ്റലിൽ എത്തുന്ന വരെയുള്ള വാട്സപ്പ് ചാറ്റുകൾ ഞങ്ങൾ കോളുകൾ കണ്ടറിയാം. ഓരോ 15 മിനിറ്റിൻ്റെ ഇടവിട്ടുള്ള കോളുകളാണ്. അത് ഞാൻ വാട്സപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ ആ സമയം തൊഴിൽ ഡെയിലി ഒരു 5-8 പ്രാവശ്യം വിളിക്കുന്ന ഒരാളാണ്. ഇത്ര ദൂരമുള്ള, ഞാൻ ഗൾഫിലുള്ളതാണ്, ഇനി ഇവിടെയുള്ള. പക്ഷേ അതാണ് എൻ്റെ ലൈഫ്. ഞങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റിലെ ഗ്യാപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് ഞാൻ പ്രതിഭേൻ്റെ അടുത്ത് എത്തിയ സമയത്തും പ്രതിഭയ്ക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം പ്രതിഭയിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങൾ തന്നെ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പല ആൾക്കാർ എത്തുന്ന ഇങ്ങനെ 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്താ വിളിക്കുക, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ആ രീതിയിൽ മനസ്സിൽ ചിന്തയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ലിനി പോയിട്ടൊരു 2018 പോയി 2022 വരെയുള്ള ആ 4 വർഷം എന്ന് പറയുന്നത് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അത്രമാത്രം എനിക്കത് മനസ്സിൽ വല്ലാത്തൊരു ഇതുണ്ട്. എനിക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരാളില്ലാതാവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ തിരിച്ച് കയറി വന്നത് എന്താ പറയുക, ശരിക്കും അത് പ്രതിഭയ്ക്ക് തന്നെ മനസ്സിലായിട്ടാവും. ആ രീതിയിലേക്ക് ഞാൻ തിരിച്ചു വന്നത് വലിയൊരു സപ്പോർട്ട് പ്രതിഭയും കൂടി തന്നിട്ടാണ്. എനിക്കൊന്ന് പ്രതിഭ ചേച്ചിക്കും അത് ഓൾറെഡി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്, ഒറ്റപ്പെടലിന്റെ ഫീൽ അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഒരു സൈഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സൈഷേട്ടൻ പറഞ്ഞ മാതിരി ലിനി സിസ്റ്റർ മരിച്ച സമയത്ത് തന്നെ, സൈഷേട്ടൻ പറഞ്ഞൊരറിവിൽ മരിച്ച സമയത്ത് തന്നെ ഒന്ന് അല്ലാത്തൊരു ഹസ്ബൻഡിന്റെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്യാമറയും മറ്റേ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പല ആൾക്കാരും ചോദിച്ചു, എന്താ നിങ്ങളെന്താ കരയാത്ത? ഞാൻ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ വീട്ടിലേക്ക് ലിനി മരിച്ചിട്ട് കോഴിക്കോട് നിന്ന് ഈ ബോഡി ക്രിമേഷൻ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നൊരു ഫീലിംഗ് എൻ്റെ മക്കൾക്ക്. ഞാൻ അതായത് ഗൾഫിൽ പോയിട്ട് മുട്ടായും ഇതൊക്കെ ആയിട്ട് വരുന്നൊരു ഫീലിംഗ് ആണ് എൻ്റെ മക്കൾക്ക് ഉണ്ടായിരുന്നത്. അവരുടെ അടുത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ എന്താ കരയണോ അല്ലെങ്കിൽ ചിരിക്കണോ എന്നുള്ളൊരു അവസ്ഥയാണ്. വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം മക്കളുടെ അടുത്ത് അതൊന്നും പറയാനുള്ളൊരു ഇതില്ല. അത്ര പോലും ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ അന്ന് എത്തിയിട്ടില്ല. പലപ്പോഴും എന്നെ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പഴയ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് നിങ്ങളന്ന് ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു മുഖം കണ്ടിട്ട് കരയുന്നൊരു മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്കൊരിക്കലും കരയാൻ പറ്റില്ല. കാരണം ഇനിയും മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ കരയുന്ന ഒരാളും അല്ല ഞാൻ. ഇന്നും എൻ്റെ കുഞ്ഞുവിന്, മൂത്ത മോന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവന് എന്താ പറയുക, ഞാൻ ആ സമയത്ത് അവനായിരുന്നു എൻ്റെ, ഇപ്പം കുറേയൊക്കെ അമ്മയായി മാറിയിട്ടുണ്ടെങ്കിലും എൻ്റെ എന്ത് മാറ്റവും അറിയുന്നത് ശരി കുഞ്ഞുവിനാണ്. കുഞ്ഞുവിന് എൻ്റെ അതേ രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മോന് മനസ്സിലാകുന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. അന്ന് വന്ന സമയത്ത് ഇവരൊക്കെ ഉള്ള സമയത്ത് മോൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ഇനി തിരിച്ചു വരില്ലല്ലോ എന്ന്. അന്ന് കുഞ്ഞുവിന് 8 വയസ്സേ ഉള്ളൂ. ആ 8 വയസ്സുള്ള മോൻ ആ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു ഇത് വന്നതെന്ന് പറഞ്ഞാൽ അതെന്തോ ഭാഗ്യം കൊണ്ട് ദൈവം കൊടുത്തിട്ടുള്ളൊരു പക്വത അവനുണ്ടായിരുന്നു. അന്ന് മുതൽ നമ്മളെല്ലാ കാര്യങ്ങളും ഞാനും കുഞ്ഞും അല്ലെങ്കിൽ സിദ്ധു എന്ന് വളരെ ചെറു 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ്. നമുക്കൊരിക്കലും എന്താ പറയുക, ആ ഒരു വിഷമവും കാര്യമൊന്നും ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരിക്കലും അത് കരഞ്ഞ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കരയുക എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിൽ വെക്കുന്ന സാധനം നമ്മൾ പുറത്തേക്ക് പോയി പോകും. കരഞ്ഞു തീർക്കാന്ന് പറയില്ല, അതൊരിക്കലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമവും കാര്യമൊക്കെ അവിടെ തന്നെ കിടക്കുക. ശരിയാണ്. കപ്പിൾ എന്ന നിലയിലെ ഒരാൾ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ഒരാൾ കുറച്ചേ സംസാരിക്കും. നിങ്ങൾ ആരാണ് ഒരുപാട് സംസാരിക്കുന്ന ആളാരാ?
അത് തീർച്ചയായിട്ടും ഞാനിപ്പോഴാണ് ശരിക്കും ഞാൻ വളരെ വളരെ എന്താ പറയാ വളരെ കുറവാ സംസാരിക്കുള്ളൂ. ലിനിയുള്ള സമയത്ത് ലിനിയായിരുന്നു എൻ്റെ സ്പീക്കർ. ഇപ്പോ പ്രതിഭയായി. ആ സമയത്ത് അവൾ നന്നായി സംസാരിക്കും, ഞാൻ അത് വളരെ കുറവായിരുന്നു സംസാരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബും കാര്യമൊക്കെ വന്ന് ഇവള് തന്നെ ഉന്തി കൊണ്ടുപോകുന്നതാണ് ശരിക്കും. ഞാൻ പലപ്പോഴും ക്യാമറ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖം അങ്ങനെ പോകും, ലൈറ്റ് അന്നേരം പോകും. അത് ആക്കി കൊണ്ടുപോകുന്നത് ശരിക്കും പ്രതിഭ തന്നെയാണ്. ഒരു യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ പറയും സജീഷിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, പ്രതിഭ സംസാരിക്കും. എനിക്കറിയാം സംസാരിക്കൂല. അപ്പൊ സ്റ്റാർട്ടിങ് ഇൻട്രോ തുടങ്ങുമ്പോഴേ പറയൂ ഈ പറയാന്നറിയോ, ഒന്നും പറയാൻ കിട്ടില്ല സജീഷ്. ഞാൻ പറഞ്ഞ് തുടങ്ങി പിന്നെ സജീഷ് സംസാരിക്കും. അപ്പൊ എപ്പോഴും ഇവിടെ മക്കളൊക്കെ ഇതേ ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. സംസാരം കുറച്ച് കുറവാണ്. ഞാൻ തന്നെ പക്ഷെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ചേച്ചി വന്നതിന് ശേഷം ആ ഒരു മാറ്റം കുട്ടികളിലും ചേട്ടനിലും കാണാൻ പറ്റും. എല്ലാവർക്കും ഇപ്പൊ കപ്പിൾസ് ആണ് എന്തായാലും വഴക്കുണ്ടാവുന്ന സമയത്ത് ആദ്യം സോറി പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യുന്ന ആരാ ഇതിൽ? ഞാൻ തന്നെ. ഇവിടെ അതില്ല, കോംപ്രമൈസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അത് എന്ത് കാര്യമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓക്കെ ആയിട്ട് സോറി പറയാൻ വരും. പക്ഷെ തിരിച്ചു അതല്ല, അവിടുന്ന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് മാറിയെടുക്കാൻ ചിലപ്പോ 1-2 ദിവസം പിടിക്കും. കുറച്ച് സമയം എടുക്കും. അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിക്കും, എന്നാലും എങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. അത് എന്റെ മൈൻഡ് ഓക്കെ ആവണം. ഓക്കെ. അപ്പൊ ഇതിലാരാ ഷോപ്പിംഗ് ഭയങ്കര ക്രേസ് ഉള്ള, ഷോപ്പിംഗ് ബ്രാൻഡ് ഉള്ള ആരാ? രണ്ടാളും നന്നായിട്ട് ഷോപ്പ് ചെയ്യും. ഞാളെ ശരിക്കും ക്യാരക്ടർ എനിക്ക് തോന്നുന്നു രണ്ടാളും ഒരേപോലെയാ. കാരണം എനിക്ക് ഞാളയുടെ ഏജ് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇത്രേ ഡ്രസ്സിങ് ആയാലും എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബ് കാണുന്ന അധികം ആൾക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന പോലെ സെയിം എൻ്റെ ഏജ്. ഞാൻ ഇതിൽ നോക്കിയാൽ അറിയാം ഏത് ഏജുകാരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അതിലധികവും ഇങ്ങനെ തന്നെ 35-നും 45-നും ഇടയിലുള്ളതാണ് അധികവും. അപ്പൊ ഏകദേശം ഞാളെ ഏജിലുള്ള എല്ലാം ഉണ്ട്. അപ്പൊ ഒരിക്കലുള്ള എനിക്ക് ചില സമയത്ത് നെഗറ്റീവ് എനിക്ക് ഓരോ ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാൻ ചിലപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഓൾറെഡി റീൽസ് കണ്ടറിയാം. ഞാൻ റീൽസ് എടുക്കും, എങ്ങനെ വേണേൽ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സെയിം അവസ്ഥ സഹിച്ചേട്ടന്. ഏജ് ആവുക, നമ്മൾ മരിച്ചു പോകും, അത് ഞങ്ങളെ ഇതിലില്ല. ഏജ് ആവുന്ന ഒരു സംഭവമേ ഞങ്ങൾ ആലോചിക്കില്ല എത്ര ഏജ് ആയിട്ടും. മനസ്സിൽ ഏജ് ആവില്ല എന്ന് പറയില്ലേ? അത് ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്. നമ്മള് ഇപ്പം കുഞ്ഞിനോട് ഞാൻ എളുപ്പം പറഞ്ഞത് ഇടയ്ക്ക് പറയാ അച്ഛൻ്റെ അവിടെയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവും. നമ്മളെല്ലപ്പോ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകും. ഡ്രസ്സ് ആയാലും എന്ത് സാധനങ്ങളും രണ്ടാൾക്കും ഇഷ്ടമാണ് വാങ്ങിക്കാൻ. ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ പറയുന്ന ഇങ്ങനെ വാങ്ങിയാൽ ശരിയാവില്ല കേട്ടോ. അത് രണ്ടും ഇപ്പം ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലാത്ത എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും പർച്ചേസ് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. ഇഷ്ടമാണ്. പിന്നെ ബ്യൂട്ടി പാർലർ പോകാൻ ഇഷ്ടമാണ്, കോസ്മെറ്റിക് ഐറ്റംസ് ഇഷ്ടമാണ്, എല്ലാം സൈഷേറിനും എല്ലാം ഇഷ്ടമാണ്. ഇങ്ങനെ എന്ത് കാര്യങ്ങളും ചെയ്യുന്ന ഇഷ്ടമാണ്. അങ്ങനെ ചില ബാക്കോട്ട് വെക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എന്നോട് അത് ഇടണ്ട, ഈ സ്ലീവ്ലെസ് ഇടണ്ട, അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും വാങ്ങിക്കാനും ഇഷ്ടമാണ്. ചില ആൾക്കാർ വെച്ചാൽ ഹസ്ബൻഡ് വാങ്ങിക്കൂല, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇവിടെ അതില്ല. ഞാനധികം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സൈഷൊന്നും വാങ്ങിക്കും. അപ്പൊ നിങ്ങൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിലെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആരാ കൂടുതൽ? യാത്ര പോകുന്ന സമയത്തും യാത്രകൾ പ്ലാൻ ചെയ്യുന്ന സമയത്തും കൂടുതൽ ഡൗട്ടൊക്കെ ചോദിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആരാ? അത് മിക്കവാറും ഞാൻ തന്നെയായിരുന്നു. ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവര് ചിലപ്പം കുറേ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ വശം എല്ലാം പറയും. അതാണ് പിന്നെ സംഭവം. എനിക്കെല്ലാം ഓക്കെ ആണെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അതായത് ചിലപ്പം അന്നത്തെ സാമ്പത്തിക സ്ഥിതി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഇവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ള ചിന്ത മാത്രമേ. അതുകൊണ്ട് ഞാൻ എല്ലാം കോംപ്ലിക്കേഷൻ ആക്കിയിട്ട് ചിലപ്പം പോകണ്ടെന്ന് എൻ്റെ മൈൻഡിൽ ആദ്യം ഉണ്ടെങ്കിൽ അതായി ഇവരെ ഇങ്ങനെ തീർപ്പിലാക്കി കൊണ്ടുവരും. പക്ഷെ പോകാൻ ഇഷ്ടമാണ് എല്ലാ സ്ഥലത്തും. മാക്സിമം ഇപ്പോൾ സ്കൂളില്ലാത്ത സമയത്ത് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഒന്നിച്ചെന്നെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ആരാണ് കൂടുതലായിട്ട് സർപ്രൈസ് ഒക്കെ കൊടുത്ത് ഞെട്ടിക്കുന്ന ആരാ ഇതില്? അത് ചേട്ടൻ തല അത് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അത് എനിക്കിപ്പോഴും ഞാൻ വിചാരിക്കും ചില വാലന്റൈൻസ് ഡേ ഒക്കെ നമ്മളെ കല്യാണം
ഉറപ്പിച്ച ആ സമയത്തോട്ട് നമ്മൾ വാലന്റൈൻസ് ഡേ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കലുണ്ട്, നമ്മൾ വ്ളോഗ് ഇടലുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഏജിലുള്ളവരൊക്കെ പറയാ എന്ത് വാലന്റൈൻസ് ഡേ ആ രീതിയാ ഒരിക്കൽ. പക്ഷെ ഞാൻ വിചാരിക്കും ഇത് ആരോടാ പിന്നെ പറയാ, പ്രണയത്തിനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ ആരോടാ പറയാ, ഹസ്ബൻഡിനോടല്ലാണ്ട് ആരോടാ പറയാ. അതായാലും പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും ഒക്കെ തന്നെ എനിക്കിഷ്ടമാണ് സർപ്രൈസ് കൊടുക്കാനും. എനിക്ക് കിട്ടുന്ന ഇഷ്ടമാണ്, അതും ഞാൻ പറയലുണ്ട്, തരാത്തേനൊക്കെ. ഇടയ്ക്ക് ഞാനിതെല്ലാം പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ സർപ്രൈസ് കിട്ടിയില്ല മറ്റേ കച്ചറിയാക്കും. അവസാനം ഞാൻ വാങ്ങിക്കൊണ്ടുപോയി സർപ്രൈസ് കൊടുക്കാൻ തന്നെ മൂഡിലുണ്ടാവും. അങ്ങനെ ഒന്ന് വാങ്ങിക്കണമെങ്കിലും സ്വയം എനിക്ക് അതായത് നമ്മളിപ്പോ സർപ്രൈസ് കൊടുക്കാം, പക്ഷെ എന്തായാലും ഞാൻ ഷോപ്പിലെത്തിക്കാൻ അന്നേരം വിളിക്കും, ഈ സാധനം പറ്റില്ല, അതോടുകൂടി സർപ്രൈസ് പോകും. ലാസ്റ്റ് ആയിട്ടൊരു സർപ്രൈസ് എന്താ കൊടുത്തൊരു സർപ്രൈസ് എന്താ? ലാസ്റ്റ് എനിക്കായിട്ടൊന്നും തന്നിട്ടൊന്നുമില്ല, ദേവൂല് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് സർപ്രൈസ്. പിന്നെ ഐഫോൺ എല്ലാം വാങ്ങി തന്നിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഒക്കെ. പക്ഷെ എന്നോട് തലേന്ന് പോയിട്ട് രണ്ടാളും കൂടി പോയിട്ട് ഇത് ഓക്കെ അല്ലേ എന്ന് പറയും. അത് ഓക്കെ എന്ന് പറയും. എന്താ വെച്ചാൽ ഡ്രസ്സ് വാങ്ങിക്കില്ല, ഡ്രസ്സ് വാങ്ങി കൊടുക്കും. അത് പക്ഷെ അതൊന്നും സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത അതാണ്. ഇപ്പം ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ ഇന്നേ സാധനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇതായിരിക്കും എന്നുള്ളൊരു, അത് എല്ലാ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉള്ള സമയത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും ആക്കാൻ പറ്റില്ല. മുന്നേ ആലോചിച്ച് വെക്കും. ഇവിടുത്തെ എല്ലാവരും ബർത്ത്ഡേ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ആലോചിച്ച് വെക്കും, സെപ്റ്റംബറിൽ അമ്മേന്റെ അച്ഛന്റെ ഇതൊക്കെ ഒരിക്കലും അറിയാം. പിന്നെ നമുക്ക് സർപ്രൈസിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ വല്ല ഉറങ്ങിയങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ കേക്കും കൊണ്ട് പോകുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. സജിശേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന അറിയാം. സജിശേട്ടൻ കുക്ക് ചെയ്യുന്നതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്, അതായത് ചേച്ചി കുക്ക് ചെയ്യുന്നതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? സാമ്പാർ. എല്ലാവരും ഇവിടെ എല്ലാവർക്കും സജിശേട്ടൻ സാമ്പാറാണ് നല്ലായിരിക്കും. സജിശേട്ടൻ എനിക്ക് തോന്നുന്നത് ഓഫീസിലായിക്കോട്ടെ എന്റെ വീട്ടിലായിക്കോട്ടെ ഒക്കെ സാമ്പാർ സൂപ്പറായിട്ട് വെക്കും. ഓക്കെ, ഞാൻ വെക്കുന്നത് ഇവര് എരിശ്ശേരി, അത് പല ടൈപ്പ് എരിശ്ശേരി, അത് എനിക്ക് അറിയില്ല. അതിലേക്ക് ഒരിക്കലും എനിക്ക് കടന്നു ചെല്ലാൻ പറ്റിയില്ല. അത് ഏത് സാധനമാണെങ്കിലും, കായാണെങ്കിലും വെള്ളരി ആണെങ്കിലും അതെല്ലാം വെച്ചിട്ട് അതൊരു ടിപ്പിക്കൽ എന്താ പറയാ കൊലാണ്ടി നാടൻ സ്റ്റൈലാണ്. അത് ആ കറി ഏതിലാണെങ്കിലും എരിശ്ശേരി ആ ടേസ്റ്റിൽ ഉണ്ടാക്കും. അതാണ് കറിയിൽ. പിന്നെ ചിക്കൻ എന്ന് പറയുന്നത് അങ്ങനത്തെ സാധനമൊക്കെ ഞങ്ങൾ രണ്ടായാലും അത് കുറെ നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുക. കിച്ചണിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഒരാള് ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ കറി വെക്കുന്ന സമയത്ത് ഉപ്പേരി വെക്കും. അത് എന്തായാലും എല്ലാ ദിവസവും ഞങ്ങൾ കിച്ചണിൽ തന്നെ ഉണ്ടാവും. പല കപ്പിൾസും ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത്. ഇതുണ്ട്, ഞാൻ തീരെ ഒറ്റയ്ക്ക് ഒരിക്കലും ആവലില്ല. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ലൈഫ് മടുത്തിട്ടുണ്ടാവും. കാരണം ഇതിങ്ങനെ വലിയ ദിവസം ഇത് തന്നെയല്ലേ പരിപാടി, മതിയാവും നമുക്ക്. പക്ഷെ ഇവരോട് ഡെയിലി ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം രാവിലെ ഒരുമിച്ചെല്ലാ പരിപാടിയുണ്ട്. ഇവര് ഓഫീസ് പോകുന്ന ടൈമിൽ ഞാനും ഫ്രീ ആവും. എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് സൈഷറിനും ഹെൽപ്പ് ഉണ്ട്, രണ്ടാളുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാളൂടെ തന്നെ ചെയ്യും. ഒരിക്കലും ഒരുമിച്ചല്ലാതെ ഇപ്പൊ സൈയുടെ നേരത്തെ ലിൻസിസ്റ്റർ കേസ് പറഞ്ഞ പോലെ എന്റെ വീട്ടിലുള്ള പോലെയൊക്കെ ചോദിക്കും. ഇപ്പൊ എന്റെ ഷോൾഡർ പൊട്ടിയിട്ടുണ്ടായിരുന്നു സമയം, അപ്പൊ എന്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ അതിന് ഓനും വരേണ്ടി വരൂലേന്ന്. തീരെ നിന്നിട്ടൊന്നുമില്ല, വിട്ടിട്ട് എനിക്കൊന്ന് ഈ 4 കൊല്ലത്തിനിടയ്ക്ക് ഒരു ദിവസം എങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്റെ വീട്ടിലോട്ട് വരും, ഇല്ലെങ്കിൽ ഞാനൊന്നും മാറി നിന്നില്ല. പിന്നെ ഇവർക്ക് ആരുമില്ല, എനിക്കും ആരുമില്ല, മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എനിക്കും അച്ഛനും അമ്മയൊന്നുമില്ല, പിന്നെ ആരെങ്കിലും ആരെയും ഏൽപ്പിക്കാനൊന്നുമില്ല. രണ്ടാളെയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ കിട്ടട്ടെ ഭർത്താവിന് 2 ദിവസം പാഠം പഠിപ്പിക്കാൻ അങ്ങനെ തോന്നലില്ല. കാരണം അങ്ങനെ അതിന് മാത്രം ഒന്നുമില്ല, രണ്ടാൾക്കൊന്നുമില്ല. രണ്ടുപേർക്കും താങ്ങും തണലും തന്നെയാണ്. ഈ പരസ്പരം നിങ്ങളെ ഫോണിൽ അവരവരുടെ പേര് എങ്ങനെയാ സേവ് ആക്കിയിട്ടുള്ളത്? എന്റേത് സജീഷേട്ടൻ. പക്ഷെ ഞാൻ പണ്ടും അതുപോലെ ചെയ്തിട്ടുള്ളത്, ഇവളെ പേര് മൈൻ എന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ. അത് പണ്ടാണെങ്കിലും അതുപോലെ തന്നെയാണ്. അത് എൻ്റെ ഒരു ശീലമാണ്. പണ്ട് ലിനിമോൾ എന്നായിരുന്നു, അതുപോലെ മൈൻ. ഇവിടെ എന്താ? ഞാൻ സജീഷേട്ടൻ. ഇതുപോലെ തന്നെ ആദ്യം പരിചയപ്പെട്ട സമയത്ത് നമ്മളങ്ങനെ സേവ് ചെയ്ത് അത് എല്ലാ ആൾക്കാരും ഇപ്പോ എന്നെക്കാളും അത് പറയാറ് സജീഷേട്ടൻ വീടുന്നത് അതേ ഇനി എഴുതിയിട്ടില്ല ആ വീട് കൊണ്ടായിരിക്കും. ഇപ്പൊ എന്നെക്കാളും പ്രായമുള്ള ആൾക്കാർ നമ്മളെ അടുത്ത് വന്ന് സജീഷേട്ടനായിരുന്നു. ഒരു ആ വേർഡിങ്ങിലുള്ള വേർഡാണ്, അത് വെച്ചിട്ടാണ്
പലപ്പോഴും ഞാൻ തന്നെ എത്ര പ്രായമായെന്ന് ചോദിക്കും. ഓക്കെ, ഒരു യാത്ര എവിടെയെങ്കിലും പോവാണ്, പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ, ചെറിയ സ്ഥലത്താണെങ്കിൽ കൂടെ ഒരുപാട് സമയം ഡ്രസ്സൊക്കെ മാറാൻ ടൈം എടുക്കുന്ന ആരാ? അത് ഇവിടെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് കഴിയും. സമയം എടുക്കില്ല. അത് മാത്രമല്ല, ഡ്രസ്സിങ് മാത്രമല്ല, ഞാൻ എവിടെ എൻ്റെ അത് ചെറുപ്പത്തിലേയുള്ള ശീലമാണ്. ആരോടെങ്കിലും ഒരു സമയം പറഞ്ഞിട്ടുണ്ട്, 10 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് ഒരു 9:59 ഞാൻ ആ സ്ഥലത്തുണ്ടാവും. അത് എത്തിയിട്ടില്ല, എനിക്ക് എന്തൊരു ഇടങ്ങാറ്. അത് ഇവരോട് പലപ്പോഴും ഞാൻ ചൂടായി ഇറങ്ങുന്ന സമയത്തും ഓട്ടോമാറ്റിക് ഒരു സമയം ഭയങ്കര ഒരു ഇതാ, പഞ്ചലായിട്ട് വേണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അത് തീരെയില്ല. ഈ പാരന്റിംഗിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ആരാ ഇതില്? എനിക്ക് ഇത്രയും നേരം സംസാരിക്കുമ്പോ സതീഷാണെങ്കിലും സ്ട്രിക്റ്റ് എന്നല്ല, ഞാൻ കുറച്ചൊരു റഫായിട്ട് പാരന്റിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റഫായിട്ടാണ് ചെയ്യുന്നത്. അത് അതുകൊണ്ടായിരിക്കും മക്കൾക്കും അതേ രീതി. പക്ഷെ പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും. സംസാരിക്കൽ കുറവാണല്ലോ, അപ്പൊ വേണ്ട കാര്യങ്ങളെ പറയുള്ളൂ. ഇപ്പൊ ഒരു ഹെഡ് മാഷ് ക്ലാസ്സിൽ വന്നിട്ട് നാളെ നോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മാഷിനോട് പിന്നെ വേറെ എടുപ്പൊന്നുമില്ല. മാഷിനോട് മാഷ് നോട്ട് കൊണ്ടുവരണം, പിന്നെ നോട്ട് പിറ്റേന്ന് കൊണ്ടുപോകുന്നില്ല, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ ചോദിച്ച് കൊണ്ടുവരേണ്ട ഒരു ഇത് ഓക്കെ ആക്കി എടുക്കുന്ന മാഷ് നമുക്ക് എപ്പോ ഓക്കെ ആയിരിക്കില്ലേ? അതേപോലെ ഇവിടെ വ്യത്യാസത. കാരണം ഇവര് സൈഷാണിപ്പോ ഒരു കാര്യം നാളെ എങ്ങനെയാക്കണം പറഞ്ഞാൽ കഴിഞ്ഞു കുട്ടികളായിട്ടുള്ള പിന്നെ കണക്ഷൻ. ഞാനാണെങ്കിൽ അത് പിന്നെ അത് നമ്മൾ കുറെ വിവരിച്ച് അത് അങ്ങനെ ചെയ്യണ്ടേ ഇതിങ്ങനെ ചെയ്യാം. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞേ അല്ലേ നാളെ എന്നെ എങ്ങനെയായിരിക്കും ടീച്ചർ കാണാൻ, അല്ലേ നാളെ എന്നെ ഓള് നോക്കാനുണ്ടാവൂല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളതെല്ലാം കൂടി അങ്ങ് റെഡിയാക്കി ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കൊണ്ട് ഞാൻ സ്ട്രിക്റ്റ് ഇല്ല, പക്ഷെ സൈഷായിട്ട് സ്ട്രിക്റ്റ് ആയി മാറുന്നുണ്ട്. ഇപ്പൊ ഒരാളും കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആവാം, ആളെ നോക്കിക്കോളും, അങ്ങനെ ഒരു ചിന്തയും വന്നിട്ടുണ്ട് തോന്നുന്നല്ലേ? ഇപ്പൊ 2 കാര്യമാണെങ്കിലും ഞാൻ അത് നോക്കി കാണുന്നുണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ സൈലന്റ് ആയി ഇടന്നോളും. എന്തായാലും ആ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്നുള്ള അറിഞ്ഞുകൊണ്ട് സൈലന്റ് ആവും. ഇതിലാരാ പെട്ടെന്ന് ഇമോഷണൽ ആവാ? ഇപ്പൊ സിനിമകൾ കാണുമ്പോഴാലും ചെറിയൊരു വഴക്ക് കേൾക്കും, പെട്ടെന്ന് വിഷമം വരുന്ന ആരാ ഇതില്? തീർച്ചയായും ആരാ? പെട്ടെന്ന് കാര്യം വേഗം ടെൻഷൻ ആവും. എന്ത് കാര്യത്തിനും എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആണ് പൊതുവെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവരിപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവര് വിട്ടു പോകുന്ന എനിക്ക് ഇപ്പോഴേ ചിന്തിക്കാൻ പറ്റില്ല. ഇവര് കുറച്ച് ഏജ് ആയിട്ട് മനസ്സിൽ എൻ്റെ ഇവര് പോകുമല്ലോ എന്നൊക്കെ. കാരണം അത്ര ഇവരിപ്പോ ഒരു ടൂറിന് പോകുമ്പോൾ കണ്ടാലും വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും പറയും കളിയാക്കി ഇതൊക്കെ വെറുതെ അഭിനയം. പക്ഷെ അഭിനയമൊന്നല്ല. ഇവരിപ്പോ ലിനി സിസ്റ്റർ വീട്ടിൽ പോവുകയാണെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എന്താ എനിക്ക് അറിഞ്ഞൂടാ, സംഭവം ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ഇമോഷണലി ഭയങ്കര സങ്കടമാണ് എപ്പോഴും ഭയങ്കര. എനിക്കൊന്നും ഒരു വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു, ലിനി സിസ്റ്റർ വീട്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. ആ കമന്റ്സ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുമല്ലോ, പരസ്പരം ഒരു സപ്പോർട്ട്. കാരണം വായിക്കുമ്പോൾ എന്തായാലും വിഷമം വരും. അതൊക്കെ എങ്ങനെ എടുക്കാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട്? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ കുറേ കമന്റ്സുകൾ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം എന്താന്ന് നോക്കും. ഒരുപാട് കമന്റ്സ് നെഗറ്റീവുകൾ വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുമല്ലോ എന്തിനാണെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി. കാരണം അന്ന് ഇപ്പം കുഞ്ഞുവിനും സിദ്ധുവിനും നമ്മൾ ആ വീട്ടിൽ അവരെ ലിനിയുടെ ആണ്ടായ സമയത്ത്, അതായത് അന്ന് ഇവരെ മക്കളെ അങ്ങോട്ടേക്ക്, അതായത് നമ്മളിവിടുന്ന് ഇവരെ ബലിയിടൽ ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ അവരെ അവിടെ അന്ന് രാത്രി പരിപാടികളുണ്ട്, നമ്മൾ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് വരുന്നതാണ്. അപ്പം അന്ന് അവിടെ എന്തുകൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യമാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. അത് ആക്ച്വലി നമ്മൾ ലിനിയുടെ വീട്ടിലും അവരും നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഞാൻ ഇതൊരു ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരൊരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ ഇമോഷണലി ചെറിയൊരു പ്രശ്നം. കാരണം കല്യാണത്തിന് ശേഷം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് ഇവൻ നമ്മളുടെ ദേവു ആണെങ്കിലും അത് മക്കൾക്കും അറിയാം. അതിപ്പോൾ അപ്പം നമുക്ക് അത് നമ്മളെ ലൈഫ് ഈ പറഞ്ഞ പോലെ നമ്മളെ ലൈഫിലേക്ക് അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ലൈഫ് പാറ്റേൺ പൊട്ടിപ്പോകുന്നുള്ള രീതിയിലേക്ക് വരെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മാറി വടകരയിലേക്ക് മാറിയ താമസം. കാരണം ഞങ്ങളുടെ ഉള്ളിൽ ഈ 5 പേര് ഈ പറഞ്ഞ പോലെ ഇമോഷണലി എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ പെട്ടെന്ന് ഇല്ലാതാവും. കാരണം ആ തുടക്ക കേസിൽ ഇതുപോലത്തെ കുറേ പ്രശ്നങ്ങൾക്ക് അത് ഒരിക്കലും അവരെ കുറ്റം പറയുന്നതല്ല, ഒരിക്കലും ലിനിയുടെ ഫാമിലിയെയും കുറ്റം പറയുന്നില്ല. അവരുടെ മകൾ നഷ്ടപ്പെട്ട്
അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. ഞാൻ ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു ഫാമിലി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ഈ പറഞ്ഞ പോലെ അവരെ ഫാമിലിക്ക് മകളുടെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ പറ്റാത്തൊരു പ്രശ്നം. അതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഒരിക്കലും ഞങ്ങളവിടെ കരാതിരുന്നില്ല. ഞങ്ങൾ മുമ്പേ ലിനിയുടെ അമ്മ ഞങ്ങളുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. കല്യാണം കഴിച്ച സമയത്തും ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറയുന്ന പല ആൾക്കാർക്ക് പലതും പറയാം. അവരുടെ ഫാമിലിയിലേക്ക് ഇങ്ങനെ പറഞ്ഞ് അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം നമ്മളെ ഫാമിലിയിലേക്ക് ഇതേ പ്രശ്നങ്ങൾ നമ്മളെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്തും മക്കൾക്കും അത് പ്രശ്നമാവും. പിന്നെ ഇവളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും, ദേവുവിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും. ഇതൊക്കെ നമ്മളൊരു ഫാമിലിയിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിൻ്റെ ഇതായിട്ട് ഞങ്ങൾ എന്താ പറയുക ഒരു ചെറിയൊരു ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ്. അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ്. അതൊരിക്കലും നമുക്ക് മീഡിയനോടോ അല്ലെങ്കിൽ പുറത്തൊരാളോട് പറയാൻ പറ്റുന്ന രീതിയിലല്ല. അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ മക്കളെ ഒരിക്കലും നമ്മൾ അവരുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് നമ്മൾ മക്കളെ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അവർക്ക് ആഗ്രഹമുള്ള സമയത്ത് അവർ വരും, മക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അവർ വെക്കേഷൻ സമയത്ത് കുറേ ദിവസം അവിടെയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ അവർക്ക് നമ്മളെ കൂടെ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒരിക്കലും നമ്മൾ ആ രീതിയിലല്ല കാണുന്നത്. അത് മീഡിയനെ അറിയിക്കാന്നുള്ള ഉദ്ദേശമില്ല. മനസ്സിലായി. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ ആ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ ഒരു ലിനി സിസ്റ്ററിനോടുള്ള സ്നേഹവും കരുതലും കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് കാണുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഒരു വിഷമമുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും ബാധിക്കാത്ത വിധം തന്നെ നിങ്ങൾ അത് രണ്ടുപേരും കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് രണ്ട് ആളുകളിലുമായ എഫേർട്ട് വേണം. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം എന്ന് പറയണത്. അത് ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുമല്ലോ. ഓൾറെഡി കല്യാണത്തിന് മുൻപ് തന്നെ ഇത് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ കല്യാണത്തിന് ശേഷമായിരിക്കും ഇതിന്റെ ഒരു വലിയൊരു തീവ്രമായിട്ടുള്ള ഒരു നിങ്ങളെ ബാധിക്കുന്നുണ്ടാവുക. പക്ഷെ അതെങ്ങനെയാ നിങ്ങളതെങ്ങനെയാ പരിഹരിക്കുന്നത്? എങ്ങനെയാ ഒരു വിധം എങ്ങനെയാ? അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഈ ട്രിപ്പ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്തോ അവരൊക്കെ എൻ്റെ ആ പാസ്റ്റ് ലൈഫിനെ പറ്റിയിട്ടാണ് ആൾക്കാർ സംസാരിക്കുക. അപ്പോൾ ഈവൻ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇത് പ്രതിഭയാണ്, സജീഷിൻ്റെ വൈഫാന്ന് പറയുന്നത്. പക്ഷേ തിരിച്ച് ആൾക്കാർ എന്നെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇത് ലിനിയുടെ ഹസ്ബൻഡാണ് എന്ന് പറയും. അത് പ്രതിഭയുള്ള സമയത്ത് തന്നെ പറയും. അതെപ്പോഴും തുടർന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രതിഭേനോട് ഈ സംഭവങ്ങൾക്ക് ആദ്യമേ പറയലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം വരും, അതാണ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഒരു ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു രീതിയിലല്ല ലിനി പോയിട്ടുള്ളത്. ഞാൻ ലിനിയെ ഉപേക്ഷിച്ച് പോയതും ഒന്നുമല്ല. നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്ന ഒരാൾ എന്തോ കഷ്ടകാലത്ത് നമ്മൾ ആ ഒരു രോഗം വന്ന് പോയതാണ്. അപ്പോൾ അത് ആൾക്കാരുടെ മൈൻഡിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ആൾക്കാരൊക്കെ പറയുന്ന സമയത്ത് ഞാനിവിടെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ചേർത്ത് പിടിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം അറിയുന്നതാണ്. പുറമേയുള്ള ആൾക്കാർ അത് പറഞ്ഞോട്ടെ, പക്ഷേ നമ്മളുടെ ഉള്ളിൽ ആ പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഉള്ളിലേക്ക് എടുക്കണ്ട. ഇപ്പം ഞാൻ എന്ന് പറയുന്ന സജീഷ് നിൻ്റെ ഭർത്താവാണ്, അത് ആൾക്കാരെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് പലപ്പോഴും പല ആൾക്കാരും അതേ രീതിയിൽ തന്നെ ചിന്തിക്കും. ഇപ്പോഴും എന്നെ വേറൊരു മൈൻഡിൽ വേറൊരാളായിട്ട് കാണാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്ന്, ഇപ്പം എൻ്റെ പാസ്റ്റ് ലൈഫ് നമുക്ക് ഓക്കെയാണ്, പക്ഷെ എന്നാലും ഞാൻ താലി കെട്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതും എന്താ പറയുക, എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് താലി കെട്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ബഹുമാനവും കാര്യമൊക്കെ ഞാൻ കൊടുക്കണം. അത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സെക്കൻഡ് ഭാര്യ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. അത് എനിക്ക് എന്താണോ ഒരു പാർട്ട്ണർ കൊടുക്കേണ്ടത് അത് ആ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം എന്നുള്ള ആ മുൻകൂട്ടി തന്നെ ധാരണ ഉണ്ട്. ആ ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാം, പക്ഷെ അത് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ. ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ സിസ്റ്റർ നമ്മളെ കേരളത്തിലെ മാലാഖയൊക്കെ ആണെങ്കിലും പെണ്ണെന്ന് പറഞ്ഞതാണല്ലോ നമ്മളെ മൈൻഡിൽ നമ്മൾ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ലിനി സിസ്റ്റർ ഇത് തന്നെയായിരിക്കും. ചിലരെന്നോട് സമ്മതം ചോദിച്ചിട്ടൊക്കെ പറയും, ആരെങ്കിലും സജീഷനെ പരിചയപ്പെടുത്തും, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഇത് നമ്മളെ ഇപ്പോൾ വന്ന് ലിനി സിസ്റ്റർ മരിച്ച പോലെ ഹസ്ബൻഡ് എന്നൊക്കെ പറയും കേട്ടോ.
അപ്പം പിന്നെ ഞാനാരോടും പറയുമെന്നില്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ തന്നെ ഇങ്ങനെ തോന്നും, ഇത് എല്ലപ്പോഴും എല്ലാവരും സെക്കൻഡ് മാരേജ് കഴിക്കുന്നുണ്ട്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ ഭർത്താവ് ഇതുപോലെ ഭർത്താവ് എന്നൊക്കെ പറയും. ഇത് എൻ്റെത് ഒരിക്കലും മാറൂല അതെനിക്കറിയാം. കാരണം ലിനി സിസ്റ്ററിലെ കാലത്തോളം എല്ലാ കാലത്തോളം അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ആദ്യമൊക്കെ ഇങ്ങനെ അത് ഇങ്ങനെ കഴിച്ചോണ്ടാ പറയുന്നത്, ഇത് ഇല്ല കാലം ഞാൻ സെക്കൻഡ് എല്ലാവരും പറയും. ഇപ്പം പ്രതിഭേൻ്റെ ഭർത്താവാന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ പിന്നെ ഈ പറഞ്ഞതിൽ സൈഷേറിനും ചിലപ്പോൾ അങ്ങനെ എന്നോട് പെരുമാറുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ഒരിക്കൽ പോലും ലീനി ഇന്നേക്കാളും ബെറ്റർ ആയിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു കേട്ടോ എന്ന് ഒരിക്കലും സൈഷേറൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ ഇതിൽ നല്ലതോളായിരുന്നു എന്ന് ഞങ്ങൾ പ്രൈവറ്റ് സമയത്തായാലും അല്ലാത്ത സമയത്തായാലും കുട്ടികളുള്ള സമയത്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ആൾക്കാർ പറയുന്നു എന്നല്ലാതെ എനിക്കത് ഫീൽ ചെയ്താൽ പിന്നെ കഴിഞ്ഞ്, പിന്നെ നമ്മളൊന്നും ചിന്തിച്ചിട്ട് പിന്നെ ഒന്നിനോടൊരു താല്പര്യം നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. പിന്നെ പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ പറയാത്തതിനെ കൊണ്ടാന്ന് തോന്നുന്നു എനിക്കതുകൊണ്ട് തന്നെ സിസ്റ്ററോടും എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. എനിക്ക് എന്നോട് ഓരോരുത്തർ ചോദിക്കലുണ്ട്, എനിക്കൊന്നും തോന്നൂല ഇങ്ങനെ. ഇനിയിപ്പം മലപ്പുറത്തുള്ള ഒരാൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഉണ്ട്, ഇങ്ങനെ തന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ ഓലെ ആദ്യത്തെ വൈഫിനെ പറ്റി ഇങ്ങനെ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കും, ഹസ്ബൻഡും വീട്ടുകാരും പറയും. ഇപ്പോഴും ഓൾക്ക് അതുകൊണ്ട് എപ്പോഴും എത്ര നല്ലതാണെങ്കിലും ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചി എങ്ങനെ ലൈഫിൽ എന്നൊക്കെ. പക്ഷെ ഞാനെപ്പോഴും ചിന്തിക്കാൻ വെച്ചാൽ മരിച്ചു പോയ ഒരാളാണ്, നമ്മളെ നേർക്കുനേരുള്ള ഒരാളല്ല. പിന്നെ എല്ലാരെയും പോലെ എനിക്ക് ലിനി സിസ്റ്റർ സജീഷ് ചേട്ടൻ്റെ ഭാര്യയായിരുന്നു എന്ന് ഇവരെ കഥകളും ഇവരെ ആൽബവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവരെ ലൈഫും. ഇവരിങ്ങനെ ഇതാ ഈ സമയത്ത് സജീഷ് ചേട്ടൻ ആ കഥ പറയുമ്പോൾ എനിക്ക് ഏതോ കഥ മാത്രമാണ് അത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നില്ല സജീഷ് ചേട്ടൻ ഇന്നാളെ കുഞ്ഞു സിദ്ധുവിൻ്റെ അമ്മയുടെ അമ്മയാണല്ലേ എന്നുള്ള രീതിയാണ് എൻ്റെ മൈൻഡിൽ. ഞാൻ ഒരിക്കൽ പോലും എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അതങ്ങനെ ഏറ്റിട്ടില്ല ഇങ്ങനെ പറയുന്നത്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെയാണല്ലോ. അതെ, പക്ഷെ നിങ്ങൾ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ. നിങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലി, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണെന്ന്. സോ ഇതുപോലെ തന്നെ വീഡിയോസിലായാലും ആക്റ്റീവായിട്ട് തുടരാ. ഞങ്ങൾ ഒരുപാട് പേര് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും സാധിച്ചില്ല. താങ്ക് യു സോ മച്ച്.